സ്ഥിരം ആനകൾ അങ്ങനെ വരാറുണ്ടെങ്കിൽ പോലും ഇങ്ങനെ വീടുകളിലേക്ക് എത്തിപ്പെടാറില്ല. ഇതിപ്പോൾ ഭയങ്കരമായ ഒരു ഭീകരാന്തി സൃഷ്ടിച്ച ആനകൾ. കാരണം ചെറിയ കുട്ടികളുണ്ട്, 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ. അതെ, വീടിന് മുറ്റത്തെത്തുമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഭയപ്പെടുമല്ലോ കാണുന്നത്. വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാൽ വീടിന് കൊടുത്താലും വീടും പോവല്ലേ. അതെ. കാരണം നമ്മളെ എണീറ്റ് വരിക എന്ത് അറിയുക എണീച്ചെന്നെങ്കിൽ നമ്മളെ ഉപദ്രവിച്ചാൽ അത്രയും മുന്നിലല്ലേ. നമ്മളെ അതിർച്ചയായിട്ട് എണീറ്റ് മുന്നിൽ വന്നിരുന്നു. ശക്തമായ മഴയായിരുന്നു, ഭയങ്കര മഴയായതുകൊണ്ട് ആദ്യം അറിഞ്ഞില്ല. എണീറ്റ് വന്നപ്പോഴത്തേനും ആനയും കൂടെ ലൈറ്റൊക്കെ ഇട്ട് വന്നപ്പോഴത്തേനും ഇങ്ങോട്ട് മാറി. അങ്ങനെ പിന്നെ ആളുകൾ വാച്ചർമാർ വന്ന് ഒച്ച ഉണ്ടാക്കി പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇങ്ങനെ കയറി പോവുകയും ചെയ്തു. 2 ആനകളാണ്. അതെ, ഇതിൽ ഒരെണ്ണം തിരിച്ച് ഇതിൽ കയറിപ്പോയി, അതിൽ കയറിപ്പോയി. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ വടക്കനാട് കരിപ്പൂര് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്നലെ ഇവിടെ ഒരു വീട്ടിൽ 2 കാട്ടുകൊമ്പന്മാർ കയറിയിട്ട് ഒത്തിരി നാശനഷ്ടങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. വീടിൻ്റെ മതിലും കാര്യങ്ങളൊക്കെ തകർത്താണ് ആന ഉള്ളിൽ കയറിയത്. വടക്കനാടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്ഥിരമായിട്ട് വന്യമൃഗ പ്രശ്നം വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്ന വയനാട്ടിലെ ഒരു ടോപ്പ് 5 പ്ലേസസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ടോപ്പ് 5 തന്നെ ഉണ്ടാവും. ഇപ്പോൾ വടക്കനാട് പ്രദേശമാണ് ഈ കരിപ്പൂർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെയുള്ളൊരു വീടിൻ്റെ അടുത്താണ് നമ്മളുള്ളത്. അപ്പോൾ ഇന്നലെ നടന്ന ആ സംഭവം നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമസ്ഥനോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ആ ഒരു സ്ഥലവും കാണാം കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് കാണാം, ഗേറ്റൊക്കെ ഇതൊക്കെ പൊളിച്ചിട്ടാട്ടോ, മതിലൊക്കെ പൊളിച്ചിട്ടാണ് ആന ഇതിലേക്ക് കയറിയിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഉടമസ്ഥനോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? മനോജ്. ഇത് ഇന്നലെ അല്ലേ സംഭവം നടന്നു? ഇന്നലെ വെളുപ്പിന് ഒരു 3 മണിയോടുകൂടി. അല്ലേ? എത്ര ആന ഉണ്ടായിരുന്നു? 2 കൊമ്പന്മാർ വന്നു. 2 കൊമ്പന്മാരല്ലേ? 2 എണ്ണം. ഈ ഗേറ്റ് ഇത് പൊളിച്ചിട്ടല്ലേ? അതെ, ഇന്നലെ ഒരെണ്ണം ആ ഭാഗത്തുനിന്നും ഒരെണ്ണം ഈ ഭാഗത്തുനിന്നും വന്നു. അങ്ങനെ വന്ന് ഇവിടുന്ന് ഈ ഗേറ്റ് പൊളിച്ച് അകത്ത് കയറി ഇങ്ങനെ വാഴ മുതൽ അവിടുത്തെ മോട്ടറിൻ്റെ പൈപ്പ്, കറണ്ട് കേബിൾ ഇതൊക്കെ പൊട്ടിച്ചു. കാപ്പി കവുങ്ങന്തികളൊക്കെ ചവിട്ടി നാശാക്കി. ഒന്ന് കാണിച്ചു തരാമോ നേരിട്ട്? ഈ ഒരു ഭാഗത്തൊക്കെ ആനപ്പണ്ടം ഉണ്ടായിരുന്നു കേട്ടോ. അത് അവർ ഇന്ന് ഇപ്പം അങ്ങോട്ട് മാറ്റി ഉള്ളതാ, ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കുവാണ്. ഏതായാലും നമുക്കിവിടെ കാണാം, ആന നന്നായിട്ടൊരു പെരുമാറിയ രീതിയിൽ തന്നെയാണ് ഈ ഒരു പ്രദേശം കിടക്കുന്നത്. ഈ ഭാഗത്തെ വാഴകൾ വാഴകളാണ് ഇവിടെ ഫുൾ വാഴ, കാപ്പികൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. കാപ്പി പോയത് എവിടെയാ? കാപ്പി അങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്കാണ് അങ്ങനെ കയറിപ്പോയ വഴികൾ, അവിടെ നിന്ന് ഇറങ്ങി വന്ന വഴികളും കാപ്പി പോയിട്ടുണ്ട്. കവുന്തികളൊക്കെ ചവിട്ടി അങ്ങനെ. അതെ, നമുക്കൊന്ന് പോകാൻ പറ്റുമോ? അത് കയറിപ്പോയി ഇത്തിരി ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു. ആന പോയ വഴികൾ നശിപ്പിച്ചുകൊണ്ടുപോയി. ഇങ്ങനെ ഈ ചെങ്കതലി ഇതുണ്ടോ, അങ്ങനെ കവുന്തി അങ്ങനെ ഇതുണ്ടോ, അതിൽ കയറി അങ്ങനെ. ഇവിടെ എത്ര വാഴ പോയിട്ടുണ്ടാവും? ഏകദേശം വാഴ ഒരു 10-50 കൊലച്ച വാഴ തന്നെ 50 വാഴ പോയിട്ടുണ്ട്. 10-20 കൊലച്ച വാഴകൾ. ആന ഇറങ്ങി വന്ന വഴി കാണിച്ചു തരാം. കാരണം ഇതുണ്ടോ ഇങ്ങനെ കുറേ വാഴ പോയിട്ടുണ്ട് കേട്ടോ. ഒരു മിനിറ്റ് ചേട്ടാ, കുറേ അധികം വാഴ പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് കാണാം. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് കംപ്ലീറ്റ് വാഴയും എന്താ ഈ ഒരു പ്രദേശത്ത് നിന്ന് കംപ്ലീറ്റ് വാഴയും കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് തന്നെയാണ് പറമ്പിൽ ഒരു വാഴ നട്ടാൽ കിട്ടിയതുകൊണ്ട് ആൾക്കാർ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ വാഴ നടന്നത്. അതുപോലും ഇപ്പോൾ കിട്ടാത്തൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിലേ ഇടിച്ചിറങ്ങിയതുണ്ടോ? ഇടിച്ചിറങ്ങി വന്നൊരു വഴിയാണ്. ഇതിലേ കയറി വന്നേ? ഇതിലെ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്നു. റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് റോട്ടിൽ കൂടെ എല്ലാം കൂടെ ഇതിലെ വന്നിട്ട് അതിലേ ഇറങ്ങി വന്നു. ഇങ്ങനെ ഇടിച്ച് നിർത്തിയിട്ട് വന്നതേ. ഇങ്ങനെ ആന ഇറങ്ങി വന്ന സ്ഥലമാട്ടോ ഈ കാണുന്നത്. ഇവിടെ ഇങ്ങനെ സ്ഥിരം ആന വരുന്നതാണ്. സ്ഥിരം ആനകൾ അങ്ങനെ വരാറുണ്ടെങ്കിൽ പോലും ഇങ്ങനെ വീടുകളിലേക്ക് എത്തിപ്പെടാറില്ല. ഇതിപ്പോൾ ഭയങ്കരമായ ഒരു ഭീകരാന്തി സൃഷ്ടിച്ച ആനകൾ. കാരണം ചെറിയ കുട്ടികളുണ്ട്, 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ. അതെ, വീടിന് മുറ്റത്തെത്തുമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഭയപ്പെടുമല്ലോ കാണുന്നത്.
വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാൽ ഒരു വീടിന് കൊടുത്താലും വീടും പോകുമല്ലേ? അതെ 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 അതെ. കാരണം നമ്മൾ എണീറ്റ് വരിക എന്ത് അറിയുക എണീച്ചെന്നെങ്കിൽ നമ്മളെ ഉപദ്രവിച്ചാൽ അത്രയും മുന്നിലല്ലേ നമ്മളെ അതിർച്ചയായിട്ട് എണീറ്റ് മുന്നിൽ വന്നിരുന്നു. ആ ശക്തമായ മഴയായിരുന്നു, ഭയങ്കര മഴയായതുകൊണ്ട് ആദ്യം അറിഞ്ഞില്ല. എണീറ്റ് വന്നപ്പോഴത്തേനും ആന ഇങ്ങോട്ട് ലൈറ്റൊക്കെ ഇട്ട് വന്നപ്പോഴത്തേനും ഇങ്ങോട്ട് മാറി. അങ്ങനെ പിന്നെ ആളുകൾ വാച്ചർമാർ വന്ന് ഒച്ച ഉണ്ടാക്കി പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇങ്ങനെ കയറി പോവുകയും ചെയ്തു. 2 ആനകളാണ്. അതെ അതെ, ഒരെണ്ണം തിരിച്ച് ഇതിൽ കയറിപ്പോയി, അതിൽ കയറിപ്പോയി, ഒരെണ്ണം അപ്പുറത്ത് കൂടെ കടന്നുപോയി. 3 ആനകളാണ് ഇവിടെ സ്ഥിരമായിട്ട് ശല്യമായിട്ടുള്ളത്. ഒന്ന് മുട്ടിക്കൊമ്പൻ, അവരുടെ കൂട്ടത്തിൽ 2 എണ്ണം വേറെയും. അങ്ങനെ 3 ആനകളാണ്. അതെ, 3 ആനകളാണ് സ്ഥിരമായിട്ട് ഇവിടെ വരാറ്. 2 എണ്ണമാണ് ഇന്നലെ ഇവിടെ വന്നിട്ടുള്ളത്. 2 ആനകളാണ് സ്ഥിരമായിട്ട് ഇവിടെ ആക്രമിക്കുന്നത്. ഈ മുട്ടിക്കൊമ്പൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോർച്ച് അടിക്കുകയോ അവനെ പുറകെ ചില്ലുകയോ ചെയ്താൽ അക്രമകാരിയാണ് അവൻ. ഓടിച്ചിട്ട് നമ്മൾ പരിക്കാതെ പറ്റും, വാച്ചരന്മാരെ അടക്കം. വലിയ ആനയാണ്, നല്ല തലയെടുപ്പുള്ള. ഇപ്പൊ ഈ ഇവിടെ കാണുന്നതിൽ ഏറ്റവും വലിയ ആനയാണ് മുട്ടിക്കൊമ്പൻ. നല്ല ഭംഗിയുള്ളൊരു ആനയാണ്, പക്ഷെ അവൻ ഭയങ്കര ആക്രമകാരിയാണ്. അവൻ്റെ അടുത്തേക്ക് അടുക്കാൻ പാടില്ല. അച്ഛനന്മാർ തന്നെ അവർ പോകാറില്ല. ഇത്രയും ഭയപ്പാടുകൂടി അവനെ വരുന്നത്. ഇതിലേക്ക് അവനെ ഇടയ്ക്ക് ഇതിലേക്ക് പോകാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇത്രയ്ക്കും ഭീകരമായിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്, ഇഷ്ടമായി കണ്ടിട്ടുണ്ട്, ഓടിച്ചിട്ടുണ്ട് ഞങ്ങൾ. കൃഷിയിടത്തിൽ പലപ്പോഴും ആനകൾ വരാറുണ്ട്. നമ്മളത് ആനകളെ എന്താ പറയുക, പടക്കം പൊട്ടിച്ചും ശബ്ദം ഉണ്ടാക്കിയൊക്കെ പായിപ്പിക്കാറുണ്ട്, അച്ഛനന്മാർ എത്തിപ്പെടാറുണ്ട്. പക്ഷേ ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ എന്താ പറയുക, ഈ 2 ആനകൾ ഫെൻസിങ്ങിൻ്റെ മുകളിലേക്ക് തേക്ക് തള്ളി മറിച്ചിട്ടിട്ടാണ് കടന്നു വന്നത്. തെക്ക് തള്ളി മറിച്ചിട്ടാണ് ആനകൾ കടന്നു വന്നത്. ഇലക്ട്രിക് ഫെൻസിൻ്റെ ഉള്ളിൽ, ഫോറസ്റ്റിൻ്റെ ഫെൻസിൻ്റെ ഉള്ളിൽ വന്നിട്ടാണ് ഈ 2 എണ്ണം ഇറങ്ങി വന്നത്. ഇത്രയും വീടിൻ്റെ മുറ്റത്ത് വരെ എത്തും എന്നുള്ളത് ഒരിക്കലും പോലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇത് സർക്കാർ നല്ലൊരു അടിയന്തരമായിട്ട് ഇതിനൊക്കെ മറ്റേ കാടും നാടും വേർതിരിച്ച് ജനങ്ങളുടെ ഭീതി അകറ്റണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാപ്പി പോയത് എവിടെയായിട്ടാ? ഈ ഭാഗത്ത് കാപ്പി ഇങ്ങനെ അതിലെ പോയ വഴിയൊക്കെ ഒടിച്ചു പോയി. അങ്ങനെ അമ്മേരെ വഴി നമുക്ക് കാണിക്കാം. വന്ന വഴികളിൽ അവിടെ പറമ്പിൽ കൂടെ ഒക്കെ ഈ തൊട്ട് താഴെ ചോളം കളഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിലെ ഒരെണ്ണം അതിൽ കയറിപ്പോയി. അപ്പം നമുക്ക് മോട്ടോർ ഷെഡും നല്ല കട്ട പറ്റും. ഇവിടെ മഴ പോയിട്ടുണ്ട് കേട്ടോ. ആ ചെങ്കതിലി, അത് ചെങ്കതിലി പൂവൻ. ആന, പന്നി, മാന്, കുരങ്ങ്, മലയണ്ണൻ, തേങ്ങ വെക്കൂല. കുരങ്ങൊക്കെ സ്ഥിരം വരും. ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ലോണിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇല്ല, ഇങ്ങോട്ട് എത്തില്ല. കണ്ടോ, പന്നി വരെ ചേനകളൊക്കെ ചേനയൊക്കെ കുത്തിപ്പൊളിച്ച്. പന്നിയാ? അത് പന്നി. ഇതിലേ പോയല്ലേ? ഇതിലാണ് ഒരുത്തൻ ഇറങ്ങി വന്നത്. ഇവൻ താഴേക്ക് ഇറങ്ങിയിട്ട് കണ്ടോ, കാൽപ്പാടുകളുണ്ട്, ഇതിലൊക്കെ ഉണ്ട്. ഈ ചക്ക പറിച്ചു, പൈപ്പ് പൊട്ടിച്ചിട്ട് പോയില്ലേ? കുടിവെള്ള പൈപ്പുകൾ പൊട്ടിച്ചു. അവനിങ്ങനെ ഇതിലാണ് ഇറങ്ങി വന്നത്. ഇങ്ങനെ വീടിനോട് ചേർന്ന് വലിയ ആന. വലിയ ആന ഇതുണ്ട്. ഇതാ മുട്ടിക്കൊമ്പൻ. സംശയമുണ്ട്, മുട്ടിക്കൊമ്പനാണ് സംശയമുള്ളതാണിത് കറക്റ്റായിട്ട്. അവൻ അതിലിങ്ങനെ വന്ന് ഇങ്ങനെ കയറി അങ്ങനെ തിരിഞ്ഞു പോയി. അങ്ങനെ ആ പറമ്പിലും കയറി, തൊട്ടപ്പുറത്തെ പറമ്പിലും കയറിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ പറമ്പിലും കയറി നാശനഷ്ടങ്ങളുണ്ട്. ചക്കയും മാങ്ങയൊക്കെ കവുങ്ങും തള്ളിയിട്ടിട്ടുണ്ട്. പിന്നെ അക്കരെ പറമ്പിൽ തെങ്ങ് തള്ളിയിട്ടുണ്ട്. തെങ്ങ് തള്ളിയിട്ടുണ്ട്. തൊട്ട് താഴത്തെ പറമ്പിൽ അവരെ ചോളം, അവർ പശുവിന് വെച്ച കാലിത്തീറ്റ, അത് ഫുള്ള് തീർത്തു. അത് കഴിഞ്ഞ അപ്പുറത്ത് എങ്ങനെ പൊട്ടിച്ചു തിന്നോ? മൊത്തം തിന്ന് തീർത്തു. കാലിത്തീറ്റ കാണിച്ചു തരാം. കാണാം നമുക്ക്. വയ്യോ, വലിയ പ്രശ്നമല്ലേ ഇത്? അയ്യോ, പക്ഷെ ഇത്ര വീട് ഇതുവരെ ഈ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വീടിന്റെ മുമ്പത്തേക്ക് എത്ര വർഷം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? നമ്മളൊക്കെ ഇവിടെ വന്നിട്ടുള്ള ആളുകളല്ലേ. അപ്പൊ എനിക്ക് 50 വയസ്സിന്റെ അടുത്തായി. ഇവിടെ തന്നെ ജനിച്ചതാ? 50 വർഷമായിട്ട് ഇവിടെ ഉള്ള. പിന്നെ നമ്മളെ വർഷമായിട്ട് ഇത് ആദ്യമായിട്ടല്ലേ? അതെ, എന്റെ തറവാട് കാണുന്ന ആ വീടിന്റെ താഴെ കൂടെ കാണില്ലേ, ആ റബ്ബർത്തോട്ട്. അതിലെ ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് ഇങ്ങോട്ട് താമസം മാറിയത്. അപ്പോൾ അതിലെ താഴെ വയലിക്കൂടെ ആന നെല്ലുള്ള സമയത്തും ചക്കയുടെ സമയത്തും അതിൽ കടന്നു പോകാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഒച്ചുണ്ടാക്കി അങ്ങോട്ട് ഓടിച്ച് കടത്തി വിടുക ചെയ്യുക. ആളുകളൊക്കെ എണീറ്റിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതാട്ടോ വീട്. ഈ വീടിൻ്റെ മതിലാണ് പൊളിച്ചിരിക്കുന്നത്. ഇതാ നമുക്ക് കാണാം. ഒരു മിനിറ്റ്, ഇത് കയറി വന്നില്ലേ അല്ലേ? അതിലെ കടന്ന് ഗേറ്റ് പൊളിച്ചാണ് കേട്ടോ അകത്തേക്ക് കയറിയിരിക്കുന്നത്. അവിടെ മഴ കളഞ്ഞിട്ട് ഇതാ
ഇടവേളയാണെങ്കിൽ ഇതാ ആന ഇതിലാട്ടോ തിരിച്ചു പോയതല്ലേ ഇതിലെ ഇറങ്ങിയത് ഇറങ്ങിയത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരുത്തൻ ഇങ്ങോട്ട് ഇറങ്ങി ഒരുത്തൻ അതിൽ തിരിച്ചു പോയി വാ നമുക്ക് പോയിട്ട് വരാം ഞങ്ങൾ പണ്ട് വടക്കനാട് കൊമ്പൻ എന്ന് പറഞ്ഞ ആന ഉണ്ടായിരുന്നു ഒരു മെല്ലെ ഇറങ്ങണേ പോയല്ലോ അതെ ഞങ്ങളൊരു 22 ദിവസം നിരാഹാര സമരം ചെയ്തിട്ടാണ് അവനെ പിടിച്ചുകൊണ്ട് പോകുന്നത് അത് കഴിഞ്ഞിട്ട് വന്നതാണ് മുട്ടിക്കൊമ്പൻ ഈ മുട്ടിക്കൊമ്പനെ ഇപ്പൊ നമ്മൾ സമരം ചെയ്ത് 2 വട്ടം കുങ്കിയാനകൾ വന്ന് അതിനെ ആട്ടി ഓടിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അത് പോയി 3-ാം ദിവസം മുപ്പര് തിരിച്ചു വരും അടുത്ത സ്ഥലത്തേക്ക് പിന്നെ ഇവിടുന്ന് ഇപ്പൊ 2 ദിവസത്തേക്ക് മാറി നിൽക്കുന്നല്ലാതെ മുപ്പര് വീണ്ടും അതേ പൂർവ്വ ശക്തിയോടെ തിരിച്ചു വരും 2 വട്ടം കുങ്കിയാനകളെ കൊണ്ടുവന്ന് ഓടിക്കുകയൊക്കെ ചെയ്തു. ആൽപ്പാട് കാണാൻ കേട്ടോ ഇവിടെയൊക്കെ ഉണ്ടോ ഇവിടെ ചോളം ഉണ്ടായിരുന്നു ഈ ചോള കൃഷിയാണ് ഇതിലെ തിന്ന് നശിപ്പിച്ച് പോയ വഴി മൊത്തം തീർത്തല്ലേ നമുക്കിതിലെ നടക്കാൻ പാടാട്ടോ ആന വളരെ കൂളായിട്ട് ഇതിലെ നടന്നു പോയിട്ടുണ്ട് ഈ ഭാഗങ്ങൾ ആ താഴ്ഭാഗത്ത് കാണുന്നൊക്കെ തീറ്റപ്പുല്ല് 5 ചവിട്ടിട്ട് അങ്ങനെ കയറിയിട്ടാണ് അതിൽ കയറി വന്നത് ചവിട്ടി പോയില്ലേ ഇവിടെ നേരെ താഴേക്ക് ഇറങ്ങി അങ്ങനെ തീറ്റപ്പുല്ല് തിന്നു ആ സൈഡിൽ തിന്നു പുല്ല് അരിഞ്ഞെടുക്കുമ്പോൾ തിന്നിട്ട് പോയത് ഫോറസ്റ്റുകാർ വിളിച്ചാൽ വരുമോ അവര് ഈ ആറാട്ടി ഈ 1, 2, 3 വാർഡിൽ ഇങ്ങനെ ഒരു ആറാട്ടി ഉണ്ട് ഇപ്പൊ 2-3 ആൾ ഒരുമിച്ച് ഇറങ്ങുമ്പോൾ അവര് വിളിക്കും അപ്പൊ ഇതിനപ്പുറത്ത് ആനയുണ്ട് ഇപ്പുറത്ത് ആനയുണ്ട് ആകെ 2-3 സ്റ്റാഫ് ഉണ്ടാവും അതെ ആകെ 2 പടക്കമാണ് ഇവരുടെ കയ്യിലുള്ളത് ഇവരെങ്ങനെ ആനയെ ഓടിക്കാനാ അവരെ പറഞ്ഞില്ല അവരും ജീവിച്ച മനുഷ്യരല്ലേ അവരും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ കൊടുക്കുക ഈ ആനകൾ നാട്ടിലിറങ്ങാതെ ഫെൻസിങ് ശക്തമായ ഫെൻസിങ് സംവിധാനങ്ങൾ കൊടുത്ത് കാട്ടിൽ നിന്ന് പുറത്ത് കടക്കാതെ സംരക്ഷിക്കണേ തന്നെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുത്തേ തീരും കൊടുക്കാതെ പറ്റില്ല ജനങ്ങൾ ജീവനൊരു വിലയില്ലേ ഇന്ന് രാവിലെ ഒരു ഓട്ടോ കുത്തിമറിച്ചു അതെ നീക്കുപോകത്ത് അതെ ഇവിടെ അടുത്തൊരു ദുരന്തം എപ്പോൾ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം മുട്ടിക്കൊമ്പൻ ഒന്നില്ലെങ്കിൽ ജനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന വാച്ചർമാരെ അടുത്ത ഉടനെ അധികം താമസിയാതെ തന്നെ ആ ഒരു ദുരിതം കൺമുന്നിൽ എപ്പോഴും ഉണ്ട് പിന്നെ അത്ര ഡേഞ്ചർ ആനയാണത് കാരണം അത്രയ്ക്ക് ആണ് അവന്റെ ആളുകളോട് ഇടപെടുന്നത് അങ്ങനെയാണ് നമ്മളിപ്പോ ഒരു പറമ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആനയൊന്ന് ടോർച്ചടിക്കോ അതിനെ ഓടിക്കാൻ ശ്രമിച്ചാൽ മൂപ്പര് വന്ന വരവ് കണ്ടാണ്ടല്ലോ ജീവനിൽ കൊതിയുള്ളവനും പിന്നെ ആ ഭാഗത്ത് പോവില്ല അതാണ് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ആന വന്നാൽ പോലും തിന്ന് പോയിക്കോട്ടെ അല്ലെങ്കിൽ ജീവന് പേടിയുള്ളവരോട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല വീട്ടിലും പുറത്തിറങ്ങാറില്ല ഇപ്പോഴും പല കർഷകരും പിന്നെ ഈ ആറാട്ടി ആൾക്കാർ അവർ പടക്കം പിന്നെ അല്ലെങ്കിൽ റബ്ബർ ബുള്ളറ്റ് എന്തെങ്കിലും കൊണ്ടുവന്ന് ഒന്ന് പൊട്ടിക്കും അത് ആകുമ്പോൾ കുറച്ച് തിന്ന് വയറിന്നറിയാതെ പറമ്പിൽ നിന്ന് പോകില്ല അതാണ് അവൻ്റെ സ്റ്റൈലി എനിക്ക് തോന്നുന്നത് എത്രയോ ഹെക്ടർ വയലുകൾ തരിച്ചു കിടക്കുന്നുണ്ട് എല്ലാവരും കൃഷി നിർത്തിയതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല ഈ വന്യമൃഗശല്യം മാത്രമാണ് അത് വേണ്ടി ചൂണ്ടിക്കാണിച്ചത് എത്രയോ ഹെക്ടർ വയലുകൾ കാരണം പൊന്നു വിളയുന്ന 2 കൃഷി എടുക്കുന്ന വയലുകളാണത് ആ വയലുകളാണ് തരിച്ചായിട്ടിരിക്കുന്നത് ഈ വന്യമൃഗശല്യം കാരണം ഇതൊക്കെ വയലാണ് ഇതൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് കൃഷി ചെയ്തിട്ട് ഇപ്പോൾ ഒരു എന്താ പറയുക പശുവിനെ വളർത്താൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ അതിങ്ങനെയാണ് ഈ വർഷമാണ് ഇവർ ചോളം വെച്ചോ അതിങ്ങനെയാണത് തീറ്റപ്പുല്ല് വെച്ചോ അത് എന്ത് ചെയ്യും സന്ധ്യ ആകുമ്പോഴത്തേനും കാടിറങ്ങി വരുന്ന മാനും പന്നിയും ആനയും പകലാണീ കുരങ്ങും മലയണ്ണനും മയിലും ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഭയങ്കരമായിട്ട് ശല്യം അനുഭവിക്കുന്നത് പോരാതിന് കടുവയും വരുന്നുണ്ട് പശുവിനെയൊക്കെ ഈ സൈഡിൽ കൂടെ ഒക്കെ പിടിച്ചിട്ടുണ്ട് ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി പിടിച്ചിട്ടുണ്ട് അല്ലാതെയും പിടിച്ചിട്ടുണ്ട് കടുവകൾ പിടിച്ചിട്ടുണ്ട് ഒരുപാട് റിപ്പോർട്ട് അതിനൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് കന്നുകാലികൾ നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ശാശ്വത പരിഹാരമാണ് നമുക്ക് ആവശ്യം സർക്കാരുടെ ഭാഗത്ത് നിന്ന് ചത്തു അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് നഷ്ടപരിഹാരം കൊടുക്കാന്നല്ലാതെ അതെ ഇപ്പൊ നമ്മൾ തന്നെ അവിടെ ആന എവിടെയായിരുന്നു നമ്മളെ മാനന്തവാടി മക്കിയാട് അല്ലേ ആന എന്നാള് ആ ഒരു ചേട്ടനെ 2 പേരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയില്ലേ എന്ത് നേടി 10 ലക്ഷം കൊണ്ടേ കൊടുത്ത് ആ കുടുംബം പോയില്ലേ ആ കുട്ടികളുടെ ഭാവി നഷ്ടപ്പെട്ട ആർക്കാ ആ കുടുംബത്തിനാണ് ഒരു കർഷകൻ നഷ്ടപ്പെട്ട് ആര് പോയി ആ കുടുംബം പോയി ആരും അറിയപ്പെടില്ല 2 ദിവസം ഈ പറയുന്ന എല്ലാവരും കൊട്ടി ആഘോഷിക്കും അത് കഴിയുമ്പോൾ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോയി അതെ പിന്നെ ഞാൻ കൃഷിയിലേക്ക് തിരിയുന്നില്ല ഈ വരും തലമുറ ഇപ്പം ഞാനിവിടെ 4 ഏക്കർ ഞാൻ എൻ്റെ ചെറിയ കപ്പ കൃഷിയുണ്ട് കാണിച്ചു തരാം അതിനകത്ത് ഞങ്ങൾ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്നിട്ട് പോലും പന്നി കയറി നശിപ്പിക്കുന്നുണ്ട് ആന നശിപ്പിക്കുന്നുണ്ട് ഒരു വർഷം ഞാൻ സ്വന്തം തന്നെ ഒരു 3-4 ഏക്കർ നെൽകൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊക്കെ എത്രയോ നമ്മൾ റിസ്ക് എടുത്തതാണെന്നറിയോ ഒരാളും ചെയ്യാൻ തയ്യാറല്ല ഈ ഒരു തലമുറ ചിലപ്പോൾ ഇതും കൂടി ചെയ്യും അത് കഴിഞ്ഞാൽ ഈ കൃഷിയിലേക്ക് ആരും വരില്ല കാരണം അതിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇതൊക്കെ 2 കൃഷി ചെയ്യുന്ന വയലുകളാണ് ആ വയലാണ് ഇപ്പോൾ തരിശായിട്ട് കിടക്കുന്നത് ആർക്കും കാരണം അവർ പണ്ട് കാര്യമില്ല ഇത് ചെയ്ത് തിരിച്ചു കിട്ടാനില്ല
ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും കടം വാങ്ങിച്ചും അയൽക്കൂട്ടത്തിൽ നിന്ന് ലോണൊക്കെ എടുത്ത് കൃഷി ചെയ്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റണ്ടേ? അതെ അതെ തീർച്ചയായിട്ടും. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് കേട്ടോ ഈ വടക്കനാട് ഭാഗത്തെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. വളരെ ഭീകരമാണ് ഇവിടെ. ഈ മുട്ടിക്കൊമ്പൻ എന്ന് പറഞ്ഞ ആന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആനയാണ്. അതുമാത്രമല്ല മറ്റ് ആനകളും ഉണ്ട്. പക്ഷേ ആ ആനയ്ക്കൊരു എക്സ്ട്രാ പവറാട്ടോ. അത് ആരെയും കൂസലില്ലാത്തൊരു ആനയാണ്. ഭയങ്കര അക്രമകാരിയായ ഒരു ആനയാണ്. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഈ മുട്ടിക്കൊമ്പൻ മൂലം മരണങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മൂന്നാറിൽ അരിക്കൊമ്പൻ പോലെയുള്ള ആനയായിരുന്നെങ്കിൽ ഇവിടെ ഈ ഒരു ആനയാണ് ഇനി ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു മുന്നേ വടക്കനാട് കൊമ്പൻ എന്ന് പറഞ്ഞൊരു ആനയുണ്ടായിരുന്നു. ആനനെ ഇതുപോലെ തന്നെ ആൾക്കാരെയൊക്കെ കൊല്ലുന്ന ഒരു ആനയായിരുന്നു. ആന ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനെ പിടിച്ച് കുംകിയാനയാക്കി. അതുപോലെ തന്നെ ഈ ആനയും ആക്കേണ്ടി വരും. അല്ല, ആ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഇത്രയും വലിയൊരു വീടിൻ്റെ ഗേറ്റും മതിലൊക്കെ തകർത്ത് അതിനുള്ളിൽ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എത്ര ഭീകരമാണ് ഈ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് വെക്കണം. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ എന്ത് സെക്യൂരിറ്റി ഉള്ളത് നമുക്ക്? ഈ വീടിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോഴാണെങ്കിലും ആന ഈ വീട് തകർക്കിയാലെന്ന് എന്താണ് ഒരു ഉറപ്പ്? ഇതിലും ചെറിയ വീടുകളൊക്കെ ഉള്ള ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാരൊക്കെ ഈ പ്രദേശത്തുള്ളവർ. അപ്പോൾ അവരൊക്കെ എങ്ങനെ ഇവിടെ ജീവിക്കും? ഈ വീടൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് വീടിനട്ടൊക്കെ വന്ന് ഒരു കുത്തു കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം വീടൊക്കെ തകർന്നു പോകും. ആന അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഒരു വിശ്വാസത്തിൽ അങ്ങനെ പോകാമെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ മതിലുകൾ തകർക്കുന്ന പരിപാടി ഈയിടെയായിട്ട് കുറേ സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ ആന അതുപോലെ വയലൻ്റ് ആകുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാനായിട്ടുള്ളത്. വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.